നമസ്കാരം. കൊച്ചുകൂട്ടുകാരുടെ സംഗീത യാത്രയായ ടെൻഡർ റൈംസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ 4 കൊച്ചു പ്രതിഭകൾ നമ്മോടൊപ്പം പാടുവാനായി ഇവിടെ എത്തിയിരിക്കുന്നു. ആദ്യമായി ഈ വേദിയിൽ പാടുവാനായി കടന്നു വരുന്നു അഭിരാമി തങ്കച്ചൻ. ഹായ് അഭിരാമി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അച്ഛനും ചേട്ടനും. അഭിരാമിയുടെ ഉള്ളില് പാട്ടിന്റെ ഒരു ടാലന്റ് ഉണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാ? ടീച്ചർമാരാണ്. ടീച്ചർമാരൊക്കെ നല്ല പ്രോത്സാഹനം നൽകാറുണ്ടോ? നന്നായിട്ട്. മോളുടെ വികാരിച്ചനും കൊച്ചനും ഒക്കെ ഇത് അറിഞ്ഞില്ലേ? അച്ഛന്മാർ എന്ത് പറഞ്ഞു? മോള് നന്നായിട്ട് പാടാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഇടവകയിലെ വികാരിയച്ഛനും എൻ്റെ അച്ഛമായ സാറും പിന്നെ ടീച്ചർമാരും ആണ് എന്നെ വേദിയിലേക്ക് പറഞ്ഞയച്ചത്. അപ്പം ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സംഗീത ടീച്ചറായ മോൾ ടീച്ചറെയും ഞാൻ ഈ വേദിയിൽ ഓർക്കുന്നു. അഭിരാമി ഒരു മിടുക്കി കുട്ടിയല്ലേ? നല്ല പാട്ടുകാരിയൊക്കെ ആയിട്ട് വരട്ടെ. സംഗീത ലോകത്തിന്റെ മഹാവിസ്മയത്തിലേക്ക് തന്റെ കൊച്ചുപാട്ടുമായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ക്രിസ്റ്റോ. ക്രിസ്റ്റോ കുട്ടാ, നല്ല സ്റ്റൈലിലാണല്ലോ. മോൻ ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? ഇത്രയും വലിയ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ മോന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. മോന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? അവര് നന്നായിട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടാനായിട്ട് സാധിക്കട്ടെ അല്ലേ? അടുത്തതായി ഈ വേദിയിലേക്ക് തന്റെ മധുരഗീതവുമായി എത്തുന്നു റോസ് മാത്യു. റോസ് മോൾ നല്ല കോൺഫിഡന്റിലാണല്ലോ. പേടിയൊന്നും ഇല്ല അല്ലേ? ഒരു പേടിയില്ല. ഇപ്പൊ മോളുടെ വീട്ടുകാരൊക്കെ മോളെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യാറ്? നല്ലതായിട്ടൊക്കെ പറയും. ഇനിയും പാടാൻ ഒത്തിരിയൊക്കെ പറയും. ഇനി ശാലോമിൽ കിട്ടിയാൽ എനിക്ക് അത്ര വലിയ സന്തോഷമുള്ളൂ. ഇനി ശാലോമിൽ കിട്ടിയ മോള് പാടാൻ വരും. അത്ര വലിയ സന്തോഷമാണ് മോക്കുള്ളത് അല്ലേ? മോളുടെ അച്ഛനും അമ്മയൊക്കെ പാടാറുണ്ടോ? അമ്മ പാടും. അമ്മയുടെ പാട്ടാണോ മോക്ക് കിട്ടിയേക്കുന്നത്? അതെ. അതെ അല്ലേ? അപ്പൊ അമ്മയ്ക്കല്ലേ വലിയൊരു താങ്ക്സ് പറയേണ്ടത്. ഇപ്പൊ റോസ് മോക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സംഗീത ലോകത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആനയിക്കുവാനായി അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ആൻമരിയ. ഹായ് ആൻമരിയ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. പാട്ടൊക്കെ പഠിച്ച് നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പേടിയൊന്നും ഇല്ല അല്ലേ? ഇല്ല. മോളുടെ പേരൻസ് ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? നല്ല പ്രോത്സാഹനം ലഭിക്കും. നല്ല രീതിയിൽ മോള് പാട്ടൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ മോളുടെ ഇടവകയിലുള്ളവരൊക്കെ എന്ത് പറഞ്ഞു ഇങ്ങനെ വലിയൊരു അവസരം കിട്ടിയപ്പോൾ? നന്നായിട്ട് പാടി വരണം. ഇപ്പൊ നല്ലൊരു പാട്ട് പാടി നമുക്ക് അവരെയൊക്കെ വിസ്മയിപ്പിക്കണ്ടേ? അപ്പൊ നല്ല രീതിയിൽ പാടാനായിട്ട് ആൻമരിയമൊക്കെ സാധിക്കട്ടെ. 4 പ്രതിഭകളും ഇന്നിവിടെ പാടാൻ തയ്യാറായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ആദ്യമായി അഭിരാമിയുടെ പാട്ട് കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. അഭിരാമി, എന്തോ ടെൻഷനൊക്കെ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. നന്നായിട്ട് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? മോള് ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? മോക്ഷമേ എന്ന് പറയുന്ന പാട്ട്. മോക്ഷമേ എന്ന പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഈ പാട്ടിനകത്ത് കൂടുതലുമായിട്ട് ഈ ദൈവത്തിന്റെ സംരക്ഷണത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടാൻ. ദൈവത്തിന്റെ സംരക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ പാട്ട് തെരഞ്ഞെടുത്തിരിക്കുക അല്ലേ? അതെ. അപ്പൊ ഈ പാട്ട് നല്ല രീതിയിൽ പാടുവാനായിട്ട് അഭിരാമിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടുക. മോക്ഷമേ
മോക്ഷമേ പാടിട്ട് ഞാൻ നിൻ നാമത്തെ വാഴ്ത്തും സങ്കീർത്തനം സങ്കീർത്തനം. സംഗീതമാകുന്ന വിസ്മയത്തിന്റെ മറ്റൊരു ലോകത്തിലേക്ക് നമ്മെ ആനയിക്കുവാൻ ഈശോയുടെ കൊച്ചു കൂട്ടുകാരൻ ക്രിസ്റ്റോ. ക്രിസ്റ്റോ, ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? ദേവാ നീ എന്നും എന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ് ക്രിസ്റ്റോ ഇവിടെ നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. ഈ പാട്ട് മോൻ സെലക്ട് ചെയ്ത് തന്നത് ആരാ? മമ്മി പപ്പായ. മോൻ ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള എന്താ കാരണം? ഈ പാട്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ പാടിയപ്പോൾ ഫസ്റ്റും ഇപ്പൊ മോനെ ഏറ്റവും നന്നായി നല്ല രീതിയിൽ പാടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നാദനല്ലെങ്കിൽ എൻ ജീവിതം
സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ അടുത്തതായി നമുക്ക് മുമ്പിൽ എത്തുന്നു റോസ് മാത്യൂസ്. റോസ് മോളെ, ടെൻഷൻ ഉണ്ടോ? ചെറിയ ടെൻഷൻ ഉള്ള പോലെ. ഒന്നും പേടിക്കണ്ട കേട്ടോ, നമ്മളെ ദൈവത്തിന് വേണ്ടിയല്ലേ പാട്ട് പാടുന്നത്. റോസ് മോൾ ഇന്ന് ഏത് പാട്ട് പാടാനാ പോകുന്നത്? ഒന്ന് വിളിച്ചാൽ. ഒന്ന് വിളിച്ചാൽ എന്ന കേട്ടാലും കേട്ടാലും മതി വരാത്ത മനോഹരമായ പാട്ടാണ് റോസ് മോൾ ഇന്ന് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. റോസിനെ ഈ പാട്ട് പഠിപ്പിച്ചതാരാ? അച്ഛനും അമ്മയും. അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടുവാൻ റോസ് മോൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒന്നു വിളിച്ചാലോടി എൻ്റെ
ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയാവുന്ന നല്ലൊരു ഗാനവുമായി അടുത്തതായി നമുക്ക് മുമ്പിൽ എത്തുന്നു ആൻമരിയ. ആൻമരിയ മോളെ, പാട്ടൊക്കെ നന്നായി പഠിച്ചോ? മോൾ ഏത് പാട്ടാണ് പാടുന്നത്? എത്ര വളർന്നാലും. ഓക്കെ, പാട്ട് സെലക്ട് ചെയ്ത് തന്നത് ആരാണ്? അമ്മേ. നല്ലൊരു ഗായികയായിട്ട് ആൻമരിയ മോള് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ, കാത്തു കാത്തിടുന്നിൻ സ്നേഹം. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ, കാത്തു കാത്തിടുന്നിൻ സ്നേഹം. ഒടുവിൽ തട്ടായിരുന്നു. ഒടുവിൽ തളർന്നിടുന്നിടമോ, നിൻമടി തട്ടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ഒടുവിൽ ചുവടായിരുന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ, നിൻ കാൽ ചുവടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു
കൂട്ടിലിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. ഈ 4 കൊച്ചു കൂട്ടുകാരെ പോലെ തന്നെ മറ്റനേകം കൂട്ടുകാരും നമുക്ക് വേണ്ടി പാടുവാൻ വേദിക്ക് പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഗാനങ്ങൾ അടുത്തയാഴ്ച നമുക്ക് കാണാം. അതുവരേക്കും I am Emilda George signing out. So